ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഒരു കപ്പ് പാൽച്ചായയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വൈകുന്നേരം ചായക്കൊപ്പം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മൈദയോ മുട്ടയോ ഓവനോ ബീറ്ററോ ഒരു കേക്ക് ടിന് പോലും നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. നല്ല സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പശുവിൻ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം ചായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് അരിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.25 കപ്പോളം ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് താഴെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും മതി, കോക്കനട്ട് ഓയിലൊന്നും ചേർക്കേണ്ട. അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നും ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും തണുപ്പ് പാടില്ല, എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മളിത് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാൽച്ചായയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ കട്ടയില്ലാതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അടി പിടിക്കാത്ത ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ അടിഭാഗത്തും സൈഡിലായിട്ട് നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തൂക്കി തട്ടി കൊട്ടി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി അതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കൊട്ടി കൊടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാൻ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സ് പിസ്ത എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യണം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആവുന്ന വരെ നമ്മളിത് തീരെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ബേക്ക് ചെയ്യണം, ഇടയിൽ തുറന്നു നോക്കാതെ ഇരിക്കുക. ഇപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വയ്ക്കും. നമ്മുടെ കേക്ക് ഒരു 1/2 മണിക്കൂർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചൂടോടുകൂടെ ഒരിക്കലും നമ്മൾ കേക്ക് ഇത് പുറത്തെടുക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് കമഴ്ത്തുന്നുണ്ട്. അപ്പോൾ കേക്ക് തനിയെ തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് വീണോളും. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് മാറ്റാം. കണ്ടോ, ഒരു തരി പോലും കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.
നമ്മൾ പാൽ ചായ ചേർത്തോട് കൂടി തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറും നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.